ആണ്ടർതി കൊയ്ത്തിന് അപ്പോത്തൊലിയനും ഉണ്ടക്കുഞ്ഞുമോനും തലസ്ഥാനത്ത്. മുണ്ണക്കുഞ്ഞുങ്ങൾ ജാഗ്രതയിൽ. ആണ്ടർതി കൊയ്ത്തിനായി പൈശാചികദാസന്മാർ അനന്തപുരിയിലേക്ക് എത്തുന്നു. റിവൈവൽ എന്ന പേരിലാണ് ഇവന്മാരുടെ പൈശാചികോത്സവം തലസ്ഥാനത്ത് അരങ്ങേറാൻ പോകുന്നത്. കുപ്രസിദ്ധ വചനക്കൊള്ളക്കാരും കുടുംബങ്കലക്കികളുമായ അപ്പോത്തൊലിയൻ ടിനുവും ഉണ്ടക്കുഞ്ഞുമോനും അടങ്ങുന്ന സംഘമാണ് തലസ്ഥാനത്തെ മുണ്ണകളുടെ പിച്ചച്ചട്ടി ലക്ഷ്യമാക്കി എത്തുന്നത്. ഇതുപോലെ പല പൈശാചികദാസന്മാരും ആണ്ടർതി കൊയ്ത്ത് നടത്താറുണ്ട്. തീവട്ടി തങ്കവും ചൊറിയൻ ദാരുവും ഡാമീനുമൊക്കെ മെഗാ സ്റ്റേജ് ഷോകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത്തരം പരിപാടികൾ ദൈവികമല്ല, പൈശാചികമാണെന്ന് തിരിച്ചറിയുക. ദൈവവചനപ്രകാരം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രത്യേക നേരവും കാലവുമുണ്ടോ? നിന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക എന്നാണ് വചനം പറയുന്നത്, അല്ലാതെ പുതിയ ആണ്ടിനെ വരവേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക എന്നല്ല. ഈ ആഘോഷങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു? എന്തിനു വേണ്ടി നടത്തുന്നു? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും എന്ന് സങ്കീർത്തനം 34 അധ്യായം 1 വാക്യത്തിൽ നാം വായിക്കുന്നു. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയുമെന്ന് സങ്കീർത്തനം 55:17 വായിക്കുന്നു. അല്ലാതെ പുതുവർഷപ്പുലരിയിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കും എന്നല്ല. ഇവന്മാരുടെ പൈശാചിക പരിപാടി ഈ വർഷത്തെ അവസാന പിഴിയിലും അടുത്ത വർഷത്തെ ആദ്യത്തെ അമർത്തിക്കുലുക്കിലും നടത്തുവാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുക. ഇവന്മാർ അമർത്തിക്കുലുക്കി ഞങ്ങൾക്ക് തരാൻ പറയുന്നതല്ലാതെ ഇവന്മാർ അതുപോലെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? പെന്തക്കോസ്ത് സഭകളിൽ നടത്തുന്ന ആണ്ടർതി കൂത്തിനെ കുറിച്ച് UK ഒരു പെന്തക്കോസ്ത് സഭാംഗമായ ജോൺ മത്തായി പറയുന്നത് കേൾക്കുക. ഇതൊക്കെ ഇത്രയുമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇത് സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ്. കാര്യം ഈ ദിവസം വലിയ സ്തോത്രകാഴ്ചമാർ വാങ്ങിക്കുന്നത്. ചെന്ന് പറയും ഇന്ന് അവസാനത്തെ ദിവസമല്ലേ, ദൈവത്തിന് കൊടുക്കണമെന്നും പറഞ്ഞ് വലിയ സ്തോത്രകാഴ്ചയാണ് അന്നത്തെ ദിവസം ഇവർ വാങ്ങിക്കുന്നത്. അത് തന്നെയല്ല, അന്നത്തെ സ്തോത്രകാഴ്ച സാധാരണ നമ്മൾ ഈ സ്തോത്രകാഴ്ച എടുത്താൽ അത് സഭയ്ക്കാണല്ലോ. അന്നത്തെ സ്തോത്രകാഴ്ച ഈ പാച്ചർമാർക്കാണ്. അതുകൊണ്ട് അവർ പറയുന്നത് നിങ്ങൾ ഈ വീട്ടിനെ കിട്ടണമെന്നും പറഞ്ഞ് ഇവര് അമർത്തിക്കുലുക്കി ദൈവം തരുന്നതനുസരിച്ച് കൊടുക്കുന്നതനുസരിച്ച് തരത്തുള്ളതെന്ന് പറഞ്ഞ് ഇവര് കൊടുക്കുന്നത്. അപ്പൊ അന്നത്തെ ഈ പൈസ മൊത്തം ഇവർക്കാണ്. പിന്നെ രാത്രിയിൽ ഈ പരിപാടി മൊത്തം കഴിഞ്ഞൊരു 12:30 1 മണി വരെ വേണ്ടി പരിപാടി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വിഭവസമൃദ്ധമായ ആഹാരം, അതും വിശ്വാസം കൂടെ എടുപ്പിക്കുന്നത്. സ്പോൺസർ ചെയ്യുക ആരാ? അപ്പം ആരാ? അന്നമ്മ അപ്പം, റോസമ്മ ചിക്കൻ കറി, ലില്ലിക്കുട്ടി പിന്നെ ബിസ്ക്കറ്റ്, കേക്ക്, ഇങ്ങനെ അങ്ങ് ഒരു 50 ഐറ്റം കാണും. ഇതെല്ലാം തിന്നു കഴിഞ്ഞേച്ച് രാത്രി 1:30 2 ഒക്കെ ആകും തീരുമ്പോൾ. നേരത്തെ ഇവരെ പറയും, പെണ്ണുങ്ങൾ പറയും അച്ചായന്മാരൊന്നും ഇവിടെ ഇല്ലാത്തവര് ഒത്തിരി കളിക്കാറുണ്ടല്ലോ, അവരോട് പറയും പിന്നെ നിങ്ങളാരും വീട്ടിൽ ഇരിക്കരുത്, ഞങ്ങൾ വന്നു കൊണ്ടുവന്നോളാം. ഇപ്പൊ അച്ഛന്മാർ പറയും ഞങ്ങൾ വന്നു കൊണ്ടുവന്നോളാം. കാര്യം 9 മണിക്കല്ല തുടങ്ങുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന 9 മണിക്കേ ഉള്ളൂ. അപ്പം അന്നേരം പിന്നെ ഈ പെണ്ണുങ്ങളൊന്നും വരാൻ മടിക്കുമല്ലോ, അന്നേരം വന്നു കൊണ്ടുവന്നോളൂ ഇവര്. എന്നാൽ ഒരു 75 വയസ്സുള്ള അമ്മച്ചി പറയാം മോനെ ഞാനോട് വരുമെന്ന് പറഞ്ഞാൽ വേണ്ട, അമ്മച്ചി വരണ്ട, അമ്മച്ചിക്ക് കണ്ണ് കാണും, രാത്രി കാണാൻ തട്ടി പറഞ്ഞു വീണേലോ. അമ്മമാരെ കൊണ്ടുപോകത്തുള്ളൂ. അമ്മമാരെ കൊണ്ടുപോയിച്ച് രാത്രി വരുമ്പോൾ 2 മണി 3 മണിയൊക്കെ ആകും, 2:30 ആകും. ഇതെല്ലാം തിന്ന് വയറ് തള്ളിക്കൊണ്ട് വരുമ്പോൾ ഇത് വന്നേച്ച് ഈയിടെ ഒരിടത്ത് ഒന്ന് പിന്നെ നമ്മുടെ അടുത്ത് തന്നെ ഒരിടത്ത് വന്നേച്ച് ഇതിൽ കൺവെൻഷൻ കഴിഞ്ഞ് കൊണ്ടുവിടാൻ വന്നു. അടുത്ത വീട്ടിലെ സമുദായക്കാരൻ നോക്കി ഇന്നപ്പോൾ കൊണ്ട് പാസ്റ്ററും അമ്മാമ്മയും കൂടെ പോകുന്നു. പോയേച്ച് സംഗതി അവിടെ കുറച്ചു നേരം കഴിഞ്ഞ് ഇറങ്ങി വരുന്നില്ല. ഇവനെ പയ്യനല്ലേ, അവനെ ഇതിനകത്ത് ചെന്നപ്പോൾ ഈ നെറ്റ് അടിച്ചിട്ടുണ്ട്, കൊതുകുകളുടെ നെറ്റ് അടിച്ചു കഴിഞ്ഞല്ല. അതിനകത്തോട് നോക്കിയപ്പോൾ അവർ തമ്മിൽ ഇരു ശരീരം ഒരു ദേഹമായി തീരുമെന്നുള്ള ദൈവവാഗ്ദത്തം നിറവേറിക്കൊണ്ടിരിക്കുക. അവരത് മൊത്തം അങ്ങ് വീഡിയോ പിടിച്ചു. ഇതാണ് ഇതിന്റെ പുറകിലുള്ള. അപ്പം ഈ അമ്മമാരെ മൊത്തം വീട്ടിൽ കൊണ്ടുപോകും. ആരും മടി പിടിച്ച് വീട്ടിൽ ഇരിക്കരുത്. എടുത്തോണ്ട് പോകും, കൊണ്ടുവിടുകയും ചെയ്യും. എടുത്തോണ്ട് 9 മണിയാകുമ്പോൾ തന്നെ പാനക്കത്തില്ലല്ലോ, 9 മണിക്കല്ലേ പെണ്ണ് തന്നെ പോകത്തുള്ളൂ. അന്നേരം പറഞ്ഞ് ഞങ്ങൾ തന്നെ വന്ന് കൊണ്ടുപോകണം. അന്നേരം പറഞ്ഞ ഒരു പ്രായമുള്ള അമ്മച്ചാണ്, അയ്യോ അമ്മച്ചി വരണ്ട, അമ്മച്ചി രാത്രി കാണാൻ കണ്ണ് കാണാൻ വിചാരിക്കുക, തട്ടിത്തറഞ്ഞ് വീഴും. അവരെ വേണ്ട, അമ്മമാരെ കൊണ്ടുപോകുള്ളൂ. കൊണ്ടുപോയേച്ച് വാഗ്ദത്തമാണ്. എന്നിട്ട് അവിടെ ഒരു കുറിയെടുപ്പൊക്കെ ഉണ്ട്. ഇതിന്റെ പിന്നിലുള്ള ലോജിക്ക് എന്താ? ഒരു വർഷത്തെ പാപം മൊത്തം കഴുകി അവിടെ കളയുന്നോ, അതോ അടുത്ത പുതിയ വർഷത്തിന് തുടക്കമോ? അടുത്ത ഒരു പുതുവർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഇവർ പറഞ്ഞതനുസരിച്ച് അനുഗ്രഹം വാരിച്ചൊഴിയുക. അതിനാണ് ഈ കുറി എടുക്കുന്നത്. അപ്പം എല്ലാവർക്കും ഈ ഒരു ബൈബിളിലെ ഒരു വാചകം എഴുതി വെച്ചൊരു കുറി, എല്ലാവർക്കും ഓരോ കുറി കൊടുക്കും. നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കും. അതായത് ഏതെങ്കിലും, എന്നിട്ട് സങ്കീർത്തനം 34:1 നിന്റെ ദൈവമായ യഹോവ നിന്റെ പ്രകാശമായിരിക്കും, നിന്റെ കോട്ടയും ഗോപുരമായി, ഇങ്ങനെ വാഗ്ദത്ത വചനങ്ങൾ എല്ലാവർക്കും ഓരോ അതിന്റെ ആ റെഫറൻസ് എഴുതി ഓരോ പേപ്പർ ഇങ്ങനെ ചുരുട്ടിയിട്ടേക്കും. എന്നിട്ട് പറയുന്നത് ഓരോരുത്തരെടുത്തോളം പറയും ഓരോന്ന്. എന്നിട്ട് ഇതാണ് അടുത്ത ഒരു വർഷത്തെ നിന്റെ ഭാവി. അമൃതക്കുലുക്കി ഇട്ട് കൊടുക്കണം. അതാണ് നിന്റെ അടുത്ത വർഷം. ഈ പറയുന്നതാണ്, ഈ പറഞ്ഞ ദൈവമാണ് നിന്റെ അടുത്ത വർഷത്തെ പ്രവചനം. ദൂതായത് ഈ എടുക്കുന്ന പേപ്പറാണ് നിന്റെ അടുത്ത വർഷത്തെ ദൂത്, കോപ്പ. ഇന്ന് മിക്കവാറും സഭകളിലെ സാധാരണ സഭകളിൽ 10, 2000, 3000 ഈ കൊച്ചു സഭകളിൽ അന്നത്തെ ദിവസം 15, 20 ഒക്കെ കിട്ടും. കാര്യം എല്ലാവരെയും കൊണ്ടങ്ങ് ഈ പിള്ളേർക്കെല്ലാം കൊണ്ടുപോകും. കാര്യം തിന്നാനുണ്ട്, രാത്രി കഴിഞ്ഞ് ഭയങ്കര തീറ്റിയല്ലേ.
അത് കഴിഞ്ഞതിന് ശേഷം പെന്തക്കോസ്തിനകത്ത് തന്നെ പിന്നെ ഭയങ്കര പെന്തക്കോസ്തുകാർക്ക് ആഘോഷമില്ല. അത് കഴിഞ്ഞ് പിള്ളേർ തട്ടിലും കൂടെ ഭയങ്കര പടക്കം പിടിയിലും ബഹളവും മറിച്ചെല്ലാം നടക്കുന്നത്. ആഘോഷമൊന്നും പാടില്ലെന്നും പറയും. ഒരാഘോഷവും പാടില്ല, പക്ഷെ അതിഭയങ്കര ആഘോഷം നടക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം. ഇത് ഏത് കൂട്ടരാണ് ഇതിന്റെ പിന്നിൽ ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തുന്നത്? പെന്തക്കോസ്തുകാർ മൊത്തം, എല്ലാ പെന്തക്കോസ്തുകാരും ഈ പരിപാടിയുണ്ട്. അണ്ടർ ദി പരീക്ഷ വലിയൊരു പരിപാടിയായത്. ഈ പരിപാടിക്ക് പറയുന്ന പേരെന്തുവാ? അണ്ടർ ദി മീറ്റിംഗ് അല്ലെ വാച്ച് നൈറ്റ് സർവീസ്. തന്ത്രന്മാരെല്ലാം അത് തന്നെയാണ്. തീവട്ടി തങ്കു ഉൾപ്പെടെ അങ്ങനെ താരു തങ്കു ഇവന്മാരെല്ലാം അത് തന്നെയാണ് ചെയ്യുന്നത്. അന്ന് രാത്രി ഭയങ്കര ഉത്സവമാണ് അവർക്കെന്ന്. കാര്യം ദൈവത്തെ എതിരേൽക്കും. അടുത്ത വർഷത്തെ ഈ കഴിഞ്ഞ വർഷത്തെ പാപമെല്ലാം കളഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് നമ്മൾ ദൈവത്തെ എതിരേൽക്കും. അപ്പോഴത്തേക്ക് വാഗ്ദത്ത വചനം കിട്ടുമ്പോഴത്തേക്ക് പെണ്ണുങ്ങൾ അങ്ങ് ചാടും, തുള്ളിച്ചാടിക്കോളും. എനിക്കെന്തോ കിട്ടിയത്? അടുത്ത വർഷം തന്നെ അനുഗ്രഹിക്കും. നിനക്കെന്തോ കിട്ടിയത്? ഈ എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന വചനത്തിലെ ദൈവവചനത്തിനകത്തെ വാഗ്ദത്ത വചനം ഇഷ്ടംപോലെ 100 ആയിരക്കണക്കിനുണ്ടല്ലോ അതിന്റെ വാക്യങ്ങൾ. അപ്പൊ ആ ഒരു വാക്യങ്ങൾ മാത്രമേ കൊടുക്കത്തുള്ളൂ, വേറെ ഒന്നും കൊടുക്കത്തില്ല. നിനക്കെന്തോ കിട്ടിയത്? എനിക്കെന്തോ കിട്ടിയത്? എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. പിന്നെ എല്ലാം അങ്ങ് തുള്ളിച്ചാടിക്കോളൂ. അതിന് 12-ന് 5 മിനിറ്റ് ഉള്ളപ്പോൾ ലൈറ്റ് കംപ്ലീറ്റ് ഓഫ് ചെയ്യും. പിന്നെ വരവേൽക്കുക, പുതുവർഷത്തെ എതിരേൽക്കുക. ദൈവത്തിന്റെ വചനം പറഞ്ഞത് ദൈവത്തെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളുക. ഒരു ഭയങ്കര തട്ടിപ്പായി. അതായത് ഐശ്വര്യപൂർണ്ണമായിട്ട് 1-ാം തീയതി ഇവന്മാരുടെ പോക്കറ്റ് നിറയ്ക്കുക പരിപാടിയാണ് ഈ മൊണ്ണങ്ങളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. പുതുവർഷം തന്നെ നല്ലൊരു വെട്ട് തുടങ്ങുക. അതെ പുതുവർഷം കാല് വെക്കുമ്പോൾ തന്നെ ഒരു 10,000 രൂപ നമ്മുടെ സാധാരണ ചർച്ചകൾ, തങ്കുമൊക്കെ ആണെങ്കിൽ ലക്ഷങ്ങളോ. കാര്യം അടുത്ത വർഷം ദൈവങ്ങൾ അനുഗ്രഹിക്കാൻ പോയില്ലയോ. അപ്പൊ അതിന് പകരമായിട്ട് കഴിഞ്ഞ ഒരു വർഷം പിന്നെ വലിയ സാക്ഷ്യമുണ്ട്. ഇവരെ എല്ലാവരെയും കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കുക അന്ന് ഈ രാത്രിയിൽ. കഴിഞ്ഞ ഒരു വർഷം എനിക്ക് പെണ്ണുങ്ങളെല്ലാം എനിക്ക് പറയാം, കഴിഞ്ഞ ഒരു വർഷം എനിക്കൊന്നും ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പുതുവർഷം ഞാൻ ദൈവത്തിന് വേണ്ടി എന്ത് വേദമായി തീരും, നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചോണമെന്ന് എല്ലാവരും സാക്ഷ്യം പറയണം. ഇതെല്ലാം ടിപ്പിക്കൽ എല്ലായിടത്തും നടക്കുന്നത്. അത് ഭയങ്കര തട്ടിപ്പായി. പുതുവർഷത്തിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങുക, അല്ല അവിടെ സന്ധ്യ കുടുംബമായിട്ട് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങോട്ടും തന്നെ പോകുന്നത്. ഇവിടെ വന്നിട്ട് എന്താ പ്രത്യേകിച്ച്? ഇവിടെ വന്നിട്ട് രാത്രി ഈ പെണ്ണുങ്ങളെ കൊണ്ടുവിടുമ്പോൾ 20 ഒരു ദേഹമായി തീരും എന്നുള്ള, അല്ലാതെ വേറെ എന്താ കുറച്ച് ഇവർക്ക് ശാരീരബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റും. അല്ല എന്താ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന് വചനം പറയുന്നത് ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. അല്ല December 31 വാഴ്ത്തും പറഞ്ഞേക്കുന്നത്. സങ്കീർത്തനം 34:1 ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. ദാവീദ് പറയുന്നത് ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ദൈവത്തെ വാഴ്ത്തും. അല്ല December 31 അതുകൊണ്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ ഇവർക്കൊരു ധനാഗമന മാർഗം എന്നുള്ളതേ ഉള്ളൂ പാച്ചർമാർക്ക്. ഇവന്മാര് ദൈവത്തെ വാഴ്ത്തുകയല്ല, ദൈവത്തെ വാട്ടുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ദൈവത്തെ വാട്ടുക തന്നെയല്ല. അപ്പം വേറൊരു കാര്യം, ഈ വാച്ചിങ് സർവീസ് ആകുമ്പോൾ അന്ന് വരെ ഈ വരാത്തവരെല്ലാം വരും. സാധാരണ എല്ലാവരും വരത്തില്ല, വല്ല പെണ്ണുങ്ങളൊക്കെ ചർച്ച വരുവുള്ളല്ലോ. ഈ അന്ന് ഈ കുടുംബസമേതം എല്ലാം വരും. ഈ തീറ്റയും കൂടി ഉണ്ടായതുകൊണ്ട് എല്ലാം വരും. പിന്നെ രാത്രിയിലത്തെ ഈ ആക്കലും അതിനകത്ത് പലതും ആക്കിയാ കൊണ്ടുവന്നത്. ഇതിനകത്ത് ഈ രാത്രി 12 മണിയാകുമ്പോൾ വേറെ വലിയൊരു പരിപാടിയുണ്ട്. നമ്മൾ കല്യാണം കഴിഞ്ഞ പെണ്ണ് വലതുകാല് വെച്ച് വീട്ടിലോട്ട് കയറത്തില്ലേ, സാരിയൊക്കെ പൊക്കി പിടിച്ച്. അപ്പം അതുപോലെ 12 മണിയാകുമ്പോൾ എല്ലാവരും നിൽക്കുന്ന സ്ഥലത്തു നിന്ന് വലത്തുകാലെടുത്ത് മുന്നോട്ട് കുത്തും. പുതുവർഷത്തിലേക്ക് പദമൂന്നിയിരിക്കുന്നു. അപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങ് അന്യായ ഭാഷയിലാകും. അപ്പോൾ ഈ 11:55 ആകുമ്പോഴത്തേക്ക് എല്ലാവരെയും വർഷിപ്പിനായിട്ട് അങ്ങ് എഴുന്നേൽപ്പിക്കും. അപ്പോൾ കറക്റ്റ് 12 ആകുമ്പോൾ വലത്തുകാലം മുന്നോട്ട് വെക്കുമ്പോഴത്തേക്ക് പിന്നെ എല്ലാത്തിൻ്റെയും കാണ പൊട്ടും. പിന്നെ സന്തര ബന്ധര കൂതറ പാതറ എന്ന് പറഞ്ഞ് പിന്നെ അടുത്ത ഒരു 10 മിനിറ്റ് ആരാധനയാണ്. ഇപ്പം പുതുവർഷം വലിയ ആരാധനയോടുകൂടി ആരംഭിച്ചു. അപ്പോൾ എഴുതുമ്പോൾ ഇതുവരെ ഈ വലത്തുകാലം വെച്ച് കയറുന്നതും പിന്നെ അത് 10-15 മിനിറ്റ് നേരത്തെ എരുമേലി പേട്ടതുള്ളൽ പോലുള്ള തുള്ളലുമുണ്ട്. ഇനി ആണ്ടർതി എന്ന് പറഞ്ഞ് തുള്ളിച്ചാടാൻ പോകണോ വേണ്ടയോ എന്ന് സ്വയമായി ആലോചിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.